എന്റെ പൊന്നല്ലേ അറിയാതെ ഇന്നത്തെ ഒരു രാത്രി എങ്ങനെയെങ്കിലും ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യും. നാളെ ഞാൻ വന്നു കൊണ്ടോളാം. ചാൾസ് എങ്ങനെ വരും? എങ്ങനെ എന്നെ കൊണ്ടുപോകും? എനിക്കാകെ പേടിയാവുന്നു. ഒന്നും പേടിക്കാനില്ലെന്നേ. അന്ന തിരിച്ചെത്തിയെന്നറിഞ്ഞാൽ പോലീസും മഠത്തിലുള്ളവരെല്ലാം ശാന്തമാകും. പിന്നെ ആരും അറിയാതെ നാളെ വീണ്ടും നിങ്ങൾ മുങ്ങുന്നു, വിവാഹം നടത്തുന്നു. അന്നയുടെ ചാൾസ് അല്ലേ പറയുന്ന? ചെല്ലേ ചെല്ലേ വാ. ഏതവനടാ ഈ ചാൾസ്? ആർക്കറിയാം? ഏതായാലും അവന് പ്രേമിക്കാൻ കണ്ട പെണ്ണു കൊള്ളാം. 24 മണിക്കൂറിനുള്ളിൽ അന്നയെ ജീവനോടെയോ ശവമായിട്ടോ എത്തിക്കാമെന്ന് വാക്ക് കൊടുത്തിരിക്കാൻ നമ്മള്. അത് ഓർമ്മ വേണം. ആ കന്യാസ്ത്രീമ പറഞ്ഞ എനിക്ക് തീരെ വിശ്വാസമായിട്ടില്ല. അന്ന ഇവിടെ എവിടെയെങ്കിലൊക്കെ തന്നെ കാണും. ഇനി നമുക്ക് ഒരുപാട് കാര്യങ്ങളോട് പ്ലാൻ ചെയ്യാനുണ്ട്. നിങ്ങളുടെ രണ്ടുപേരുടെയും ഓരോ കണ്ണ് രാത്രിയും പകലും ഈ കോൺവെന്റിന് മുന്നിൽ ഉണ്ടായിരിക്കണം. അപ്പൊ മറ്റേ കണ്ണോ ബോസ്? അയ്യോ എടാ, എന്തോ അന്ന ഇവിടെ വരാൻ ചാൻസ് ഉണ്ടെന്നാ പറഞ്ഞത്. അവളുടെ ശവമെങ്കിലും കൊണ്ടുകൊടുത്താലേ നമ്മുടെ എഗ്രിമെന്റ് പൂർത്തിയാവും. എന്നാ നമുക്കൊരു കാര്യം ചെയ്താലോ ബോസ്? സംശയം തോന്നുന്നു എല്ലാത്തിനെയും പിടിവെച്ചാലോ? അയ്യോ എന്നെ പീസോ അതൊരു പെണ്ണോടുന്നു. അത് അന്നയായിരിക്കും. കൂടെ അവനുണ്ടോ? അത് ഞാൻ കണ്ടില്ല. അവൾക്ക് നല്ല വിഷമം കാണും. പാവം. അതെ, വിഷമം കാണും. എന്നെ താനെ കൂട്ടെന്ന് ആശ്വസിപ്പിക്കണോ? ആശ്വസിപ്പിക്കട്ടെ. മിണ്ടരുത്. ഞാനിവിടെ അടിമുടി എരിഞ്ഞു നിൽക്കാം. അപ്പോഴയാളുടെ ഒരു അനുശോചനം. അതല്ല ചാൾസേ, സൂയിസൈഡ് പോയിന്റ് ഇവിടെ അടുത്താ. വല്ല ദുർബുദ്ധിയും തോന്നി അതിലേക്ക് എങ്ങാനും അവൾ എടുത്ത് ചാടിയ എന്റെ ദൈവമേ, നമ്മളെ രക്ഷപ്പെട്ടു. ഏതായാലും അവളുടെ വലയിൽ നീ ഊരിയല്ലോ. നമുക്കിന്നൊന്ന് അഴിഞ്ഞാടാവണം. എന്നാ വണ്ടി ചവിട്ടി വിട്ടോ. അയ്യോ, അത് ഗിയറല്ല. വരും. മദർ ആൻസി ഓഫീസിലുണ്ട്. താങ്ക് യു. മേരിക്കുട്ടി, ആൻസി, എന്റെ കുഞ്ഞെവിടെ? വേണ്ട മമ്മി, ടയർഡായിരിക്കല്ലേ. മമ്മി സംസാരിക്കണ്ട. ഞാൻ ചോദിച്ചോളാം അവരോട്. തിരുവസ്ത്രം അണിയാൻ വന്ന എന്റെ പെങ്ങൾക്ക് എന്താണ് പറ്റിയത്? അന്ന എവിടെയാണിപ്പോ? എനിക്കറിയില്ല മോനെ. സൂക്ഷിക്കാൻ തന്നിട്ട് സൂക്ഷിച്ചില്ലെന്ന് പോട്ടെ, അവളെ എവിടെയാണ് കളഞ്ഞെന്നെങ്കിലും പറഞ്ഞൂടെ? പത്രവാർത്ത വായിച്ചതിന് ശേഷം എന്റെ മമ്മിയുടെ കണ്ണീര് തോർന്നിട്ടില്ല. എന്റെ അന്ന ജീവിച്ചിരിപ്പുണ്ടോ ആൻസി? അവൾക്കൊന്നും സംഭവിക്കില്ല മേരിക്കുട്ടി. ഇതിനെല്ലാം കൂട്ടുന്നത് നിങ്ങളാണ്. നിങ്ങൾ ഒരുത്തിയാണ് എന്റെ അന്നയെ വഴിപഴപ്പിച്ചത്, ഞങ്ങളുടെ കുടുംബത്തിന് മാനക്കേട് ഉണ്ടാക്കിയത്. നേർവഴിക്ക് നടക്കാനേ ഞങ്ങൾ ഇവിടെ ഉപദേശിക്കാറുള്ളൂ. അന്നയെ ഞാൻ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് മേരിക്കുട്ടിക്ക് അറിയാലോ. പക്ഷെ അവളുടെ മനസ്സറിയാൻ എനിക്ക് കഴിഞ്ഞില്ല. മമ്മി കരയാതിരിക്കും. അന്നയും കൊണ്ടേ നമ്മൾ തിരിച്ചു പോകും. മമ്മിക്ക് മമ്മിയുടെ മകളെ നഷ്ടപ്പെട്ടിട്ടുള്ളൂ. ഈ ബിജയ് കൂടെ പോലീസ് ഊർജിതമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. ഇതിനിടെ ഇന്നലെ രാത്രി ഒരു സംഭവം ഉണ്ടായി. അതിൽ കൂടുതലൊന്നും സംസാരിക്കണ്ട. എന്റെ അരിയത്തെ തിരിച്ചു തന്നില്ലെങ്കിൽ നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. നിങ്ങൾ ഇവിടെ ഉണ്ടെന്നറിയാൻ കഴിഞ്ഞത് തന്നെ അന്നയുടെ ഭാഗ്യമാണ്. എന്റെ പൊന്നു ചാൾസേ, നീ അവളെ തട്ടിക്കൊണ്ടുപോയി അറിഞ്ഞ് നിന്നെ ഞാൻ ഒരുപാട് ശപിച്ചിട്ടുണ്ട്. പോലീസിനെ വിട്ട് നിന്നെ പിടിപ്പിക്കാൻ വരെ ഞാൻ ആവുന്നത്ര ശ്രമിച്ചിട്ടുമുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ നിന്റെ കാല് പിടിക്കുക. എന്റെ അന്നെ നീ രക്ഷിക്കണേ. മദർ എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്നാ എനിക്കൊന്ന് മനസ്സിലായി. ഈ മാതാവ് പോലീസിനെ ചട്ടം കെട്ടിയിട്ടാണ് വരുന്നത്. ആ കാക്കിച്ചേട്ടൻ വരെ എത്തുന്നതിന് മുമ്പ് നമുക്ക് രക്ഷപ്പെടാം. അങ്ങനെ ഒരിക്കലും ധരിക്കരുതേ. കർത്താവിനാണ് സത്യം. അന്നയെ കൊല്ലാനായി തലങ്ങും വിലങ്ങും ആളുകൾ തക്കം പാർത്ത് നടക്കുകയാണ്. ഇനി നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ അവിടെ രക്ഷിക്കാനാവൂ. അന്നയെ കുറിച്ചും അന്നയുടെ ഫാമിലിയെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും മദറിന് അറിയാമോ? അറിയാം. അന്നയുടെ അപ്പച്ചൻ സെബാസ്റ്റ്യൻ എന്റെ ഒരു അകന്ന ബന്ധുവായിരുന്നു. അന്നയുടെ 4ാം പിറന്നാളിനാണ് സെബാസ്റ്റ്യനെ ഞാൻ അവസാനമായി കാണുന്നത്. സമ്പത്തും സമൃദ്ധിയും മാത്രമല്ല, സ്നേഹവും സന്തോഷവും നിറഞ്ഞതായിരുന്നു ആ കുടുംബം. പക്ഷേ വിധി വളരെ പെട്ടെന്നായിരുന്നു എന്റെ മേരിക്കുട്ടിയെ വേട്ടയാടിയത്. ഒരു കാർ ആക്സിഡന്റിൽ അതുകാരണമായി സെബാസ്റ്റ്യൻ കൊല്ലപ്പെട്ടു. കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുണ്ടായിരുന്നെങ്കിലും മേരിക്കുട്ടിയുടെ ജീവിതം അന്നു മുതൽ കണ്ണീരിൽ കുതിർന്നതായിരുന്നു. ഇൻകം ടാക്സിന്റെ സ്റ്റേറ്റ്മെന്റാ ഒപ്പിട്ടെന്നാ ഇന്ന് തന്നെ കൊടുക്കാമായിരുന്നു.
അന്നമോളിങ് വന്നേ. സെബാസ്റ്റ്യൻ സാർ മരിച്ചിട്ട് വർഷം 1 കഴിഞ്ഞു. ഇതിനിടയിൽ ഒരു പ്രാവശ്യം പോലും മേരിക്കുട്ടി ഫാക്ടറിയിലോട്ട് വന്നിട്ടില്ല. ഇങ്ങനെ പോയാൽ ശരിയാവില്ല. എല്ലാം മറക്കാൻ ശ്രമിക്കണം. കുറച്ചുകൂടെ ഉഷാറായില്ലെങ്കിൽ ബിസിനസ് ആകെ തകരാറിലാവും. സഹായിക്കാൻ മറ്റു ബന്ധുക്കളാരും ഇല്ലെന്ന കാര്യം മേരിക്കുട്ടി മറക്കരുത്. തൽക്കാലം വിൻസെന്റ് എന്നെല്ലാം നോക്കിയാൽ മതി. എല്ലാത്തിനും താങ്ങും നടനുമായി നിന്നിരുന്ന വിൻസെന്റ് മേരിക്കുട്ടിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോ ആരും അത്ഭുതപ്പെട്ടില്ല. നേരത്തെ തന്നെ വിഭാര്യനും ഒരു കുട്ടിയുടെ പിതാവുമായ വിൻസെന്റ് തനിക്കും തന്റെ മകൾക്കും സന്തോഷം നിറഞ്ഞൊരു ജീവിതം തരുമെന്ന് മേരിക്കുട്ടി ആശിച്ചു. അന്നയും വിൻസെന്റിന്റെ മകൻ ബിജോയും മേരിക്കുട്ടിയുടെ മക്കളായി തന്നെ ആ ബംഗ്ലാവിൽ കഴിഞ്ഞു. പക്ഷെ മേരിക്കുട്ടിക്ക് തെറ്റുപറ്റി. എല്ലാം വിൻസെന്റിന്റെ കൈപ്പിടിയിൽ ഒതുങ്ങി കഴിഞ്ഞപ്പോഴാണ് അയാളുടെ തനി സ്വരൂപം മനസ്സിലായത്. സ്വന്തം മകനെപ്പോലെ മേരിക്കുട്ടി വളർത്തിയ ബിജോയ് പ്രായമായി കഴിഞ്ഞപ്പോൾ അന്നയുടെ ശത്രുവായി മാറി. അവൻ ആവശ്യം അന്നയുടെ പേരിലുള്ള കോടിക്കണക്കിനുള്ള സ്വത്തുക്കൾ മാത്രമായിരുന്നു. എന്താണ് നീ ചെക്കിൽ ഒപ്പിടാൻ? ഇന്നലെ ഈ അക്കൗണ്ടിൽ നിന്ന് 2 ലക്ഷം രൂപ എടുത്തത്. അതിന് ചേട്ടൻ എന്തിനാ എന്നും ഇതിന് മാത്രം രൂപയുടെ ആവശ്യം? നിന്റെ തന്തയ്ക്ക് സ്വർഗത്തിലേക്ക് അയച്ചു കൊടുക്കാൻ. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. മര്യാദയ്ക്ക് പറയുന്നതനുസരിച്ച് നിൽക്കാമെങ്കിൽ നിനക്ക് നിന്റെ തള്ളയ്ക്ക് ജീവിച്ചു പോവാം. അല്ലെങ്കിൽ രണ്ടിനെയും വെട്ടി നുറുക്കി ഇരു ചെവി അറിയാതെ കുഴിച്ചു മൂടി ഞാൻ. എഴുതി ഒപ്പ്. അങ്ങനെ എന്നെ വരട്ടെ, ഒപ്പിടിപ്പിക്കാന്ന് കരുതണ്ട. എന്റെ ഡാഡിയുടെ സ്വത്ത് ഇതൊക്കെ. നിങ്ങളും നിങ്ങളുടെ അച്ഛനും കൂടി ഇത്ര നാളും ഞങ്ങളെ ചതിക്കായിരുന്നു. ഇനി ഒരു ചില്ലി കാശ് ഞാൻ തരില്ല. നീ ഒപ്പിടില്ലല്ലേ? ഇല്ല ഇല്ല ഇല്ല, എന്നെ കൊന്നാലും ഞാൻ ഒപ്പിടില്ല. കൊണ്ട് ഞാൻ എന്റെ കുഞ്ഞിനെ ആദ്യം തല്ലു തരേണ്ടത് നിങ്ങൾക്കാണ്. നീ അത് പറയണോടാ. എന്റെ അന്നമോളും നീയും തമ്മിൽ ഒരു വ്യത്യാസവും ഞാൻ കണ്ടിരുന്നില്ല. അത്ര ഓമനിച്ച നിന്നെ ഞാൻ വളർത്തിയത്. മിണ്ടാതിരി തള്ളേ. ഈ ചെക്ക് മാത്രമല്ല, ഇവളുടെ പേരുള്ള സ്വത്ത് മുഴുവൻ ഞാൻ ഒപ്പിട്ട് മേടിക്കും. എന്റെ അച്ഛനും കൂടെ സമ്പാദിച്ചതൊക്കെ. നിർത്തടാ. നിന്റെ അച്ഛനും നീയും കൂടി എല്ലാം നശിപ്പിച്ചിട്ടേ ഉള്ളൂ. അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തരുന്നത് മേടിച്ചോണം, ഇല്ലെങ്കിൽ തനിയെ ജോലി ചെയ്ത് സമ്പാദിക്കണം. മേരിക്കുട്ടി എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നേ? ആ ചെക്കങ്ങ് ഒപ്പിട്ട് കൊടുക്കാൻ പറ. 4-5 ലക്ഷം രൂപ അവന്റെ ആവശ്യത്തിന് എടുത്താ ഇവിടെ മുടിഞ്ഞു പോകത്തൊന്നുമില്ലല്ലോ. വിൻസെന്റ് ആണ് ഇവനെ വഷളാക്കുന്നത്. സാരമില്ല, ഇവളുടെ ചേട്ടനല്ലേ അവൻ. ഇല്ല, എനിക്ക് ചേട്ടനുമില്ല, അച്ഛനുമില്ല, ആരുമില്ല. നിങ്ങളുടെ കൂടെ കൂടിയ പിന്നെ എനിക്ക് എന്റെ അമ്മ പോലും ഇല്ലാതായി. 9:30 ട്രെയിൻ. വേഗം റെഡിയാക. അതിനു മുമ്പ് ഈ പേപ്പറിലൊക്കെ എന്റെ പൊന്നു മോള് ഒപ്പിട്ടതാ. പോകുന്നുണ്ട് എന്റെ മുമ്പിൽ നിന്ന്. പോകാം, പക്ഷേ നിന്നെ പറഞ്ഞയച്ചിട്ടേ ഞാൻ പോവും. ഹോസ്റ്റലിലേക്കല്ല. അങ്ങനെയാണ് അന്ന മഠത്തിലെത്തുന്നത്. ഈ കൊച്ചു പ്രായത്തിൽ അവൾ അനുഭവിച്ച താങ്ങാനാവാത്ത വേദന മുഴുവൻ കർത്താവിൽ അർപ്പിച്ച് ക്രിസ്തുവിന്റെ മണവാട്ടിയാവാൻ വന്നതാണവൾ. അവൾ എവിടെയാണെന്ന് പറയാത്തതിന്റെ പേരിൽ വിൻസെന്റും ബിജോയും മേരിക്കുട്ടിയെ ക്രൂരമായി ഉപദ്രവിക്കുമായിരുന്നു. ആ സ്ത്രീ ഇന്നൊരു ജീവച്ഛവമാണ്. പത്രത്തിൽ വന്ന ന്യൂസ് കണ്ട് അന്നയെ കൊല്ലാൻ വേണ്ടി പുതിയ വേഷത്തിലെത്തിയിരിക്കുകയാണ് ബിജോയ്. അന്നയെ തട്ടിക്കൊണ്ടുപോയതിന്റെ പേരിൽ ഇതുവരെ ചാൾസിന്റെ ശത്രുവായിരുന്നു. എന്നാൽ ഇന്ന് എന്റെ അന്നയുടെയും മേരിക്കുട്ടിയുടെയും രക്ഷകനായി നീ നിൽക്കണം. നിൽക്കില്ലേ? അത് എനിക്ക് മാതാവേ, സത്യത്തിൽ അന്നയെ സ്നേഹിക്കുന്നു ഇവൻ അഭിനയിക്കായിരുന്നു. പാലാ പൗലോസിന്റെ മകൾ അന്നയെ പ്രേമിച്ച് മഠത്തിൽ നിന്നും പുറത്തിറക്കാൻ വന്നവനാണ് ഈ ചാൾസ്. ഇവൻ ആള് തെറ്റിപ്പോയതാ. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. മദർ ഞങ്ങളെ കുറിച്ചൊന്നും മനസ്സിലാക്കാതിരിക്കുന്ന നല്ല. അന്ന ഇന്നും പരിശുദ്ധയാ. അവളെ കൂട്ടിക്കൊണ്ടുപോയി രക്ഷിക്കാൻ മദറിനാവില്ലേ? എന്റെ കർത്താവിനെ ഞാൻ എന്നായി കേൾക്കുന്നേ? ഇത്ര ഭാഗ്യദോഷിയാണ് ആ കുട്ടി. ജീവനിൽ ഭയന്ന് ഒളിച്ചു താമസിച്ചിരുന്ന എന്റെ അന്നയെ കൊലക്കി കൊടുക്കുമായിരുന്നു നിങ്ങളല്ലേ? കർത്താവ് പൊറുക്കുകയില്ല. ഇല്ല, ആരെയും കൊലക്കി കൊടുക്കാൻ എനിക്കാവില്ല. മാതാവ് വിഷമിക്കണ്ട, ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും. എന്നോട് ക്ഷമിക്കണം. ഞാൻ ചാൾസിനെ ഒത്തിരി ബുദ്ധിമുട്ടിച്ചു. ആത്മാർത്ഥമായി ചാൾസ് എന്നെ സ്നേഹിക്കുന്നു എന്ന് കരുതിയിട്ടാണ്
ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. ഇപ്പോഴെല്ലാം മനസ്സിലായി. ഞാൻ പോവാണ്. എങ്ങോട്ട്? അറിയില്ല. എങ്ങോട്ട് പോകാനും തയ്യാറാണ്. എന്ത് നേരിടാനും ഒരുക്കമാണ്. ഇനി എനിക്കൊന്നും ആലോചിക്കാനില്ല. മനസ്സിലുണ്ടായിരുന്ന അവസാനത്തെ ആശ പോലും നഷ്ടപ്പെട്ടവളാണല്ലോ ഞാൻ. അന്നയോട് എന്ത് പറഞ്ഞ മാപ്പ് ചോദിക്കണമെന്ന് എനിക്കറിയില്ല. ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല എന്നതാണ് സത്യം. ജീവിതത്തിന്റെ നിൽക്കക്കല്ലില്ലായ്മ കൊണ്ട് തെറ്റുകളിൽ നിന്നും തെറ്റുകളിലേക്ക് ഞാൻ വീണുപോയി. യാതൊരു തെറ്റും ചെയ്യാത്ത എന്നെ എന്തിനാണ് ചാൾസ് വഞ്ചിച്ചത്? എന്നോടൊന്നും ചോദിക്കരുത്. എന്തിനാന്ന് ചോദിച്ചാ എനിക്ക് എന്റേതായ കാരണങ്ങളുണ്ട്. എന്റെ അവസ്ഥ അതാണ്. ഇനിയെങ്കിലും ഒരു സത്യം അന്ന അറിയണം. ഞാൻ കോടീശ്വരനല്ല, തെരുവുതണ്ടിയാ. അനാഥനായ തെരുവുതണ്ടി. ഒരിക്കലും അന്നെ പോലെ പെണ്ണിനെ സ്വന്തമാക്കാൻ ഞാൻ യോഗ്യനല്ല. ഞാൻ ചാൾസിന്റെ പണം കണ്ട് മോഹിച്ചിട്ടില്ല. സ്വത്തൊരു ശാപമായി തീർന്നവളാണ് ഞാൻ. എന്നോട് ചാൾസ് കാണിച്ച സ്നേഹം സത്യമായിരുന്നെങ്കിൽ ഈ അന്ന എത്ര ഭാഗ്യവതിയായിരുന്നു. ഈ ചാൾസിന്റെ സ്നേഹം നിനക്ക് അത്രയ്ക്ക് വിലപ്പെട്ടതാണെങ്കിൽ ഇന്നും എന്നും നിന്നോടൊപ്പം സ്നേഹം ഉണ്ടാവും. എല്ലാം ഉണ്ടായിട്ടും അനാഥയായ എന്നെയും ആരോരുമില്ലാത്ത അനാഥനായ ചാൾസും നിന്നെ എനിക്ക് വേണം.